ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ വന്യമൃഗാക്രമണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടപ്പാക്കുന്നതെന്ന് KPCC സെക്രട്ടറി എം.എൻ. ഗോപി. തുടർച്ചയായി ജില്ലയിൽ വന്യമൃഗാക്രമണങ്ങളിൽ ജീവനുകൾ നഷ്ടപ്പെടുകയാണ്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ തുച്ഛമായ നഷ്ടപരിഹാരം നൽകി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും സത്വരമായ നടപടി കൈക്കൊള്ളുവാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർച്ചയായി ആളുകൾ മരണപ്പെടുമ്പോൾ കാട്ടാനയുടെയും മറ്റു മൃഗങ്ങളുടെയും ആക്രമണത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ആളുകൾ മറ്റു മേഖലയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു പോകും എന്ന ബോധ്യമാണ് അധികാരികൾ ഇത്തരം സംഭവങ്ങളിൽ കാട്ടുന്ന നിസ്സംഗത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വന്യമൃഗങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മരണപ്പെടുമ്പോൾ അന്നേരം ഓടിയെത്തുന്ന ഭരണാധികാരികളും ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന ആളുകളും ഈ മരണശേഷം ഈ വിഷയം വിസ്മരിക്കുകയും അവര് മറ്റൊരു മരണം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇതൊക്കെ വളരെ ബോധപൂർവമായി ഈ നാടിനെ വനവൽക്കരിക്കപ്പെടുന്നതിനും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ഈ നാട്ടിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ 47 ആളുകൾ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് ഉള്ളിൽ ഈ 3 താലൂക്കുകളിൽ മരണപ്പെട്ടിട്ട് പോലും അവരെ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ, ശാശ്വതമായ ഒരു പരിഹാരത്തെ കുറിച്ച് ആലോചിക്കാൻ ഈ വനംവകുപ്പും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇത്തരം നടപടികളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. ഇനി ഒരു മരണം ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളിൽ ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഭരണകൂടം കുറച്ചുകൂടി ഉണർന്ന് ചിന്തിച്ച് ആളുകളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്.